ഇപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എൻ്റെ കഴുത്തിൽ മാസ്ക് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്. ഇത് ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി, റെക്കോർഡിംഗ് ക്ലിയർ ആകാൻ വേണ്ടി മാത്രമാണ് ഇത് താഴ്ത്തി വെച്ചിരിക്കുന്നത്. എല്ലാ ഓഫീസുകളിലും എല്ലാ മെഡിക്കൽ സ്റ്റാഫ് എല്ലാം സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ജോലി ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം, ഈ കൊറോണ കൺട്രോളിൻ്റെ അല്ലെങ്കിൽ കൊറോണ നമ്മൾ തടയുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങൾ സൂക്ഷിക്കണം, അത് വലിയൊരു പങ്കാളിത്തം വേണ്ടിവരും എന്നെപ്പോഴും പറഞ്ഞു കേൾക്കുന്നു. അതിനകത്ത് എന്താണ് സൂക്ഷിക്കുന്നത്? അതും നമ്മൾ കേട്ടിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടൊരു വാക്കാണ് ബ്രേക്ക് ദ ചെയിൻ. കാരണം അണുബാധ പോകുന്നത് ഒരു ചങ്ങല പോലെയാണ്. ഒരാളിൽ നിന്ന് തുടങ്ങി വേറെ എത്രയെങ്കിലും ആളിലേക്ക് ഇങ്ങനെ ഒരു ചെയിൻ പോലെ പലരിലേക്ക് പോകാം. അപ്പോൾ ആ പോക്കിനെ തടയാൻ വേണ്ടിയാണ് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, മാസ്ക് എല്ലാ നേരത്തും ധരിക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കയറുന്നവരെ ഏത് ഇൻട്രാക്ഷനിലും, ഏത് ആൾക്കൂട്ടത്തിലും, ഏത് സ്ഥാപനത്തിനകത്താണ് മാസ്ക് ധരിക്കുക. രണ്ടാമത്തത്, എല്ലാ നേരത്തും ഓർക്കുക, നമ്മൾ മറ്റു വ്യക്തികളുമായിട്ട് ഫിസിക്കൽ ഡിസ്റ്റൻസ്, ശാരീരിക അകലം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് 1.5 മീറ്റർ ദൂരം മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമത്തത്, നമ്മളെപ്പോഴും കൈ ശുചിയായി വെക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് സോപ്പ് ആൻഡ് വാട്ടർ അവൈലബിൾ ആണെങ്കിൽ സോപ്പ് യൂസ് ചെയ്യാം. അല്ല, സോപ്പ് ഇല്ലാത്ത നേരത്തോ അല്ലെങ്കിൽ അതിന് സൗകര്യമുള്ള സ്ഥലത്ത് നമുക്ക് ആൽക്കഹോൾ സാനിറ്റൈസർ അല്ലെ ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാം. അത് മൂന്നാമത്തത്. നാലാമത്തെ കാര്യം, കുറച്ച് പേർക്കെങ്കിലും ഈ പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്ന ശീലമുണ്ട്. അത് പാടില്ല. ആ ശീലം കൊണ്ട് വളരെയധികം ദോഷങ്ങൾ വരാം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമുക്കറിയാം ഈ മാസ്ക് ധരിക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിന്ന് ചുറ്റും നോക്കിയാൽ കാണുന്നത് എല്ലാവരും മാസ്ക് കൃത്യമായി ധരിക്കേണ്ട രീതിയിലല്ല ധരിക്കുന്നത്. എന്തിനാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഓർഡിനറി പബ്ലിക്ക് സാധാരണയുള്ള സോഷ്യൽ ഇൻട്രാക്ഷനിൽ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള തുണി കൊണ്ടുള്ള ഫേസ് കവറാണ്. അപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ധരിക്കുന്ന മാസ്ക് അല്ല, അത് 3 ലെയർ മാസ്ക്, N95 മാസ്ക്, അതിൻ്റെ ആവശ്യമില്ല. പൊതുജനങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലുണ്ടാക്കപ്പെട്ട ടൈപ്പ് തുണി കൊണ്ടുള്ള ഫേസ് കവർ മതി, മുഖാവരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാസ്ക് ധരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചുമയ്ക്കോ തുമ്മോ അല്ലെങ്കിൽ ഉറക്ക സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വായുന്ന മുഖം തൊണ്ടയിലുള്ള ശ്രവങ്ങൾ ദൂരത്തോട്ട് തെറിച്ച് പോകാതിരിക്കാനാണ്. അപ്പോൾ ആ മാസ്ക് ധരിക്കുമ്പോൾ നമ്മൾ ശരിക്ക് അത് വായുന്ന മൂക്കുന്ന ശ്രവങ്ങൾ വരാമെന്ന് പറയുമ്പോഴേക്കും നമ്മളിങ്ങനെ ഈ മാസ്ക് ശരിക്ക് മുഖവും മൂക്കും കവർ ചെയ്യണം, വായും കവർ, ഈ 2 ഭാഗവും കവർ ചെയ്തിരിക്കണം. ഈ ബാക്കിൽ 2 കെട്ടുള്ള മാസ്ക് ഉണ്ട്, ലൂപ്പുള്ള. കെട്ടുള്ള മാസ്ക് ആണെങ്കിൽ ഇത് നല്ല ടൈറ്റായി ബാക്കിൽ കെട്ടി, ഈ ടോപ്പിലും ടൈറ്റ് ആയിരിക്കണം, താഴെയും അത് ടൈറ്റ് ആയിരിക്കണം. ജസ്റ്റ് തൂങ്ങിക്കിടന്നാൽ പോരാ. അപ്പോൾ ഈ വിധത്തിൽ മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സൈഡിലൊന്നും വലിയ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി 1-2 കാര്യങ്ങൾ, മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അതിനെ മുഖം തൊട്ടുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ മാസ്കിൻ്റെ ഫ്രണ്ട് ഭാഗം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് സാധാരണ ആൾക്കാർ ചെയ്യുന്ന പാലിക്കലിൻ്റെ കുറവ് പറയാം. ഒന്ന്, മാസ്ക് ധരിക്കുമ്പോൾ പലരും ഇങ്ങനെ താഴ്ത്തി മൂക്ക് പുറത്താക്കി ധരിക്കുന്നതാണ്. ഇതൊട്ടും ഉപയോഗമുള്ള കാര്യമല്ല. ഇങ്ങനെ മൂക്ക് പുറത്തായിരുന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ വിചാരിക്കുന്ന പ്രൊട്ടക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ സാധ്യത കുറവാണ്. രണ്ടാമത്തെ, കുറച്ച് പേര് മാസ്ക് മുകളിലൊക്കെ കെട്ടി ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും താഴെ അതിനെ വളരെ ലൂസായി വെച്ച്, ജസ്റ്റ് ഈ ചരടുകൾ ലൂസായിരുന്നു, താഴെ വളരെ ലൂസായി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇരുന്നാലും അതിൻ്റെ പ്രൊട്ടക്ഷൻ കുറയാം. മൂന്നാമത്തെ, ഏറ്റവും കോമണായി കാണുന്നത്, ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ മാസ്ക് ജസ്റ്റ് കഴുത്തിൽ വെച്ച് ഇരിക്കുക. പ്രത്യേകിച്ചും പലരും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഫോൺ വരുമ്പോൾ അതുവരെ മാസ്ക് കെട്ടിയ ആളിങ്ങനെ ഫോൺ താഴ്ത്തി വെച്ച് സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ചെയ്തുകൂടാ. നമ്മൾ സംസാരിക്കുമ്പോഴോ ഉറക്കെ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ ഈ സ്പ്രെഡ് ഉണ്ടാകാം. അപ്പോൾ ഫോണിൽ സംസാരിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിച്ച് അത് കെട്ടി ടൈറ്റാക്കി വെച്ചിട്ട് തന്നെ നമുക്ക് ഫോണിൽ സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോഴും മറ്റു നേരത്തും മാസ്ക് താഴ്ത്തി വെച്ച് സംസാരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് മാസ്കിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇനി അഥവാ നമ്മൾ കുറേ നേരം മാസ്ക് ധരിച്ചിട്ട് അത് ചീത്തയായി അല്ല അഴുക്കായി അല്ല നനഞ്ഞൊന്നും തോന്നുകയാണെങ്കിൽ അതിനെ അഴിക്കുമ്പോൾ നമ്മൾ ഇത് ചരടിൽ പിടിച്ച് അഴിക്കുക. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ താഴത്തെ ചരടഴിച്ച് ഇടുക. അത് കഴിഞ്ഞ് മുകളിലത്തെ ചരട് അഴിക്കുമ്പോൾ നമ്മുടെ ചരട് പിടിച്ചാണ് മാസ്ക് എടുക്കുന്നത്. അതായത് ഈ ചരടോട് കൂടി ഒരു പ്ലാസ്റ്റിക് കവറിനാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ 2 മാസ്ക് എപ്പോഴും, ഇപ്പം മഴക്കാലമൊക്കെയാണ് നനയാം, അപ്പോൾ അങ്ങനെ ആ നേരത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിൽ വേണം. ഈ മാസ്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഈ ചരടിൽ പിടിച്ച് ആ കവറിനകത്ത് ഇട്ട് കവറൊക്കെ ഇടുക. സിപ്പ് ലോക്ക് കവർ എന്ന് പറയുന്ന കവറിന് ഏറ്റവും അനുയോജ്യമായൊരു കവറാണ്. ഇനി അതില്ലെങ്കിൽ പേടിക്കേണ്ട, സാധാരണ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് അതിൻ്റെ മുകളിലൊക്കെ കെട്ടി വെച്ചാൽ മതി. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏതാണ്? പലരും നമ്മൾ കാണാം മാസ്ക് ഇങ്ങനെ ഈ ഇവിടുന്ന് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൈ വെച്ച് ഇങ്ങനെ മടക്കി, പിന്നെ അതിനെ ചുരുട്ടി, പിന്നെ ഇതിനെ പോക്കറ്റിൽ, ഇങ്ങനെ ഒന്നും ചെയ്തുകൂടാ. ഇങ്ങനെ ചെയ്യുന്നതിന് റിസ്ക് ഉണ്ട്. അപ്പോൾ ബൈ ചാൻസ് വേറെ ഒരാൾ നമ്മുടെ മുഖത്തോട്ട് തുമ്മി അയാൾക്ക് കൊറോണ ഉള്ള നേരമാണെങ്കിൽ നമ്മളിങ്ങനെ ഹാൻഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ കയറാം. അപ്പോൾ അങ്ങനെ ചെയ്തുകൂടാ. സോ മാസ്ക് ചരടിൽ പിടിച്ച് വയ്ക്കുക.
അത് കവറിടുക, എക്സ്ട്രാ സ്പെയർ മാസ്ക് എടുത്ത് ധരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാസ്കിനെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും. അതിൽ വരുന്ന അബദ്ധങ്ങൾ ഞാൻ എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ ആ അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധാപൂർവ്വം ഓർത്തിരിക്കണം, നമ്മുടെ ബിഹേവിയർ മാറ്റിയെടുക്കണം. അങ്ങനെ നമുക്ക് മാസ്കിൻ്റെ ഉപയോഗത്തിന് 100% സക്സസ്ഫുൾ ആക്കാം. ഇനി ഒന്നും ഓർക്കണം, ഈ 4 കാര്യങ്ങൾ ബ്രേക്ക് ദ ചെയിനിൽ പറഞ്ഞ് ഇതൊന്നും ഇൻഡിവിജ്വൽ അല്ല, ഇതെല്ലാം പരസ്പര പൂരകമെന്ന് പറയാം, കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അപ്പോൾ ഒന്ന് മറ്റേ നടപടിയും ശക്തമാക്കും. അപ്പോൾ ഈ 4 നടപടികളെയും തമ്മിൽ ശക്തമാക്കുന്നത് ഓരോന്നും തമ്മിൽ ശക്തമാക്കുകയാണ്. അപ്പോൾ മാസ്ക് ധരിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ ഡിസ്റ്റൻസ് വേണ്ടാന്ന് വെക്കരുത്, അകലെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് മാസ്ക് വേണ്ടാന്ന് വെക്കരുത്. ഇപ്പോൾ ഇതൊന്നും ചെയ്തില്ല അതുകൊണ്ട് കൈ കഴുകൽ വേണ്ടാന്ന് വിചാരിക്കരുത്. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സുരക്ഷയും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും മറ്റ് വ്യക്തികളുടെയും സുരക്ഷ